നമസ്കാരം. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരിലേക്കും പോസിറ്റീവ് എനർജി ഒഴുകിയെടുത്തട്ടെ. ഒരിക്കലും എനിക്ക് പറ്റില്ല എന്ന രീതിയിൽ പറയരുത്. എനിക്ക് പറ്റും, എനിക്കത് സാധിക്കും എന്നുള്ള രീതിയിൽ വേണം പറയാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ യെസ് മാൻ എന്ന് പറഞ്ഞ പണ്ട് വളരെ പഴയ ഒരു ഇംഗ്ലീഷ് സിനിമ? അയാളെപ്പം നെഗറ്റീവ് മാത്രമേ പറയുമായിരുന്നുള്ളൂ. അവസാനം അയാൾ ഒരു വെബിനാറോ ഒരു സെമിനാറിൽ പങ്കെടുത്തതിന് ശേഷം യെസ് 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 എന്നിങ്ങനെ പറയാനായിട്ട് പഠിച്ചു. അപ്പോൾ എല്ലാത്തിനും ഒരു അഫർമേറ്റീവായിട്ടുള്ള ആൻസർ കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ എനർജിയുടെ പോസിറ്റിവിറ്റി, അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. എനിക്ക് കിട്ടുമോ എന്നൊരാശങ്ക, എനിക്ക് ജോലി കിട്ടുമോ, അല്ലെങ്കിൽ ഞാനത് സെലക്ട് ആകുമോ എന്നൊന്നും ചിന്തിക്കരുത്. ഒരിക്കലും ആ നെഗറ്റീവ് ഒരു പകുതിയിൽ പോലും വരരുത്. കിട്ടും, എനിക്കത് കിട്ടും. എപ്പോഴും നമ്മളത് ചിന്തിക്കുക, എനിക്കത് കിട്ടും. അതിന് പോസിറ്റിവിറ്റി കൂടാനായിട്ട് വേറൊരു മാർഗമുണ്ട്. നമ്മുടെ ശ്വാസം വലിച്ചെടുക്കുക. ഒരു 2 നിമിഷം അല്ലെങ്കിൽ 3 നിമിഷം നമ്മുടെ നെറ്റിയുടെ ആ പുരികത്തിൻ്റെ നടുക്കായിട്ട് ഒന്ന് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെ വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ എന്തിനാണോ പോകുന്നത് അതെനിക്ക് കിട്ടും, ആ ജോലി എനിക്ക് കിട്ടും, ആ ജോലി എനിക്ക് കിട്ടും, ആ ജോലി എനിക്ക് കിട്ടും എന്ന് 3 പ്രാവശ്യം പറയുക. അതിനോടൊപ്പം തന്നെ ഈ പ്രപഞ്ചശക്തിക്ക്, ഈ പ്രപഞ്ചത്തിനെ നയിക്കുന്ന ആ ശക്തിക്ക് നന്ദി പറയുക. എന്നെ ഇങ്ങനെ ആക്കിയതിൽ, അതായത് എനിക്ക് വലിയ ഡിഫക്റ്റൊന്നുമില്ല, എനിക്ക് 2 കൈകളുണ്ട്, 2 കാലുകളുണ്ട്, എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾക്കൊന്നും കുഴപ്പമില്ല, ഇങ്ങനെ ഒരു നല്ല ഹെൽത്തി ലൈഫ് എനിക്ക് തന്നതിന് ഞാൻ നന്ദി പറയുന്നു. അതും ആ പ്രപഞ്ചശക്തിയോട് പറയുക. ഇനി നിങ്ങൾക്കിഷ്ടം ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിനോട് എണീറ്റ ഉടനെ ഒരു 3 പ്രാവശ്യം നന്ദി പറയുക. അതുപോലെ തന്നെ മാപ്പപേക്ഷ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതാണ്. എണീറ്റ ഉടനെ തന്നെ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും, എനിക്കറിയുന്നതും അറിയാത്തവരുമായ എൻ്റെ പൂർവികരും, ഈ ലോകത്തിലെ സകല സൃഷ്ടികളോടും, ഈ ലോകത്തിലെ ചരാചരങ്ങളോടും ചെയ്ത സകല അപരാധങ്ങൾക്കും ഞാൻ സമസ്താപരാധം മാപ്പപേക്ഷിക്കുന്നു എന്ന് പറയുക. അപ്പോൾ ആ പോസിറ്റീവ് എനർജി മുഴുവൻ നിങ്ങളിലേക്ക് വരും. അതിനുശേഷം ആണ് താങ്ക്സ് ഗിവിങ്. ദൈവമേ, നിങ്ങൾക്കൊരു ചെറിയ കാര്യം കിട്ടിയെന്നിരിക്കട്ടെ, അതിന് നമ്മൾ നന്ദി പറയാറില്ലേ? താങ്ക്സ് ഫ്രണ്ട്, താങ്ക് യു എന്ന് പറയാറില്ലേ? അതുപോലെ തന്നെ ദൈവത്തിനെയും താങ്ക്സ് പറയുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചെന്ന് അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ചെന്ന് പറയാറുണ്ട്, എനിക്കത് വേണം, ഇത് വേണം. എപ്പോഴും കേട്ട് അദ്ദേഹം അങ്ങ് മടുത്തിരിക്കുകയായിരിക്കുമല്ലോ. അത് വേണ്ട. നിങ്ങൾ ചെന്ന് ചോദിക്കുക, ദൈവമേ അവിടത്തേക്ക് സുഖമാണോ? അവിടുന്ന് എങ്ങനെയാണിപ്പോൾ? സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലേ? അവിടത്തേക്ക് നമസ്കാരം, അവിടത്തേക്ക് സ്തുതിയായിരിക്കട്ടെ, അവിടുത്തെ സമാധാനം ഞങ്ങളിലേക്കും വരട്ടെ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുക. വേറെ ഒന്നും ചോദിക്കരുത്. ചോദിച്ചാൽ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഭഗവാൻ എല്ലാം അറിയാം. നമുക്കറിയാമല്ലോ, ഈ റോഡ് വക്കിൽ കാണുന്ന പുൽക്കൊടികളെ പോലും സൂക്ഷിക്കുന്ന ഭഗവാനാണ്. സൂക്ഷിച്ച് വളർത്തിയെടുത്ത് സുന്ദരമായ പൂക്കൾ ഉണ്ടാക്കുന്ന ദൈവത്തിന് നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ അറിയാനുള്ള കഴിവില്ലേ? ആ കഴിവുണ്ട് ദൈവത്തിന്. അപ്പോൾ ഒന്നും ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം നടത്തുക. പിന്നെ ഇല്ലാതെ ദൈവത്തിന് നമ്മളൊരു വസ്തുവായിട്ട് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ കൈക്കലാക്കി അത് നയിച്ചുകൊണ്ട് പോകുന്ന ഭഗവാൻ എന്തിൻ്റെ കുറവാണ്? പിന്നെ നമ്മൾ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ഭഗവാൻ നൽകുന്നു. ഒരു ഗുരുവെന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പിതാവെന്ന നിലയിൽ, മാതാവെന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ നമ്മൾ എന്തെങ്കിലും നൽകുന്നു. അതൊരു വലിയ കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളവിടെ ഒരു അമ്പലത്തിന് ഓടിട്ട് കൊടുക്കുന്നു, റൂഫ് ചെയ്ത് കൊടുക്കുന്നു, ഒരു വിളക്ക് വയ്ക്കുന്നു, എന്നിട്ട് അവിടെ എഴുതി വയ്ക്കുക ഇന്ന ആൾ വക. വളരെ തെറ്റാണത്. ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ പ്രശസ്തരാകാൻ നോക്കരുത്. അതറിയേണ്ട ആൾ ദൈവമാണ്. അവിടെ ഒരു വിളക്ക് കത്തിക്കാനായിട്ട് ഒരു വിളക്കിൻ്റെ അഭാവമുണ്ടെങ്കിൽ അത് നിങ്ങളവിടെ കൊടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു പ്രസൻ്റായിട്ട് നിങ്ങളുടെ ഗുരുവും നിങ്ങളുടെ സുഹൃത്തും നിങ്ങളുടെ പിതാവും മാതാവുമായിട്ടുള്ള ഒരാളിന് നിങ്ങൾ കൊടുക്കുമ്പോൾ അത് ലോകരെ അറിയിക്കേണ്ടതല്ല. ക്രിസ്തു പറഞ്ഞിട്ടില്ലേ, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന്? അതുപോലെ വേണം നമ്മൾ ചെയ്യാൻ. ഇല്ലാതെ അവിടെ എഴുതി വെക്കാറുണ്ട്, പല അമ്പലങ്ങളിലും കണ്ടിട്ടുണ്ട്, ഇന്നയാൾ വക സമർപ്പണം, അല്ലെങ്കിൽ പള്ളിയിൽ ഒരു സ്വർണ്ണ കുരിശു കൊടുത്തു, ഇന്നയാൾ വക സമർപ്പണം. എന്തിനാ ഇത്? ദൈവത്തിന് എന്തിനാ സ്വർണം? ദൈവം തന്നെ സ്വർണത്തിനും അധിപനാണ്, ബ്രഹ്മാണ്ടങ്ങളുടെ അധിപതിയാണ്, ശക്തിയാണ്. ആ ശക്തിയെ ഒന്ന് കൊടുത്തും ബ്രൈബ് ചെയ്യാനായിട്ട്, അതായത് കൈക്കൂലി കൊടുക്കാതിരിക്കുക.
നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പൂർണ്ണത, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശുദ്ധത, അതായിരിക്കണം അവിടത്തേക്ക് നിവേദ്യമായി നൽകേണ്ടത്. ആ പാദങ്ങളിൽ എല്ലാ നന്മയും തിന്മയും, നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ നന്മയും തിന്മയും ആ പാദങ്ങളിൽ അർപ്പിക്കുക. നിങ്ങൾക്ക് ദുഃഖമുണ്ട്, നിങ്ങൾക്ക് സന്തോഷമുണ്ട്, എല്ലാം ആ പാദങ്ങളിൽ അർപ്പിക്കുക. ഞാൻ ഇങ്ങനെയാണ് ദൈവമേ, എൻ്റെ കഷ്ടപ്പാടുകളും എൻ്റെ നന്മകളും എല്ലാം ആ തൃപ്പാദങ്ങളിൽ ഞാൻ അർപ്പിക്കുന്നു. അത് അവിടുന്ന് സ്വീകരിച്ചാലും അപ്പോൾ അതിനുള്ള പരിഹാരം, നന്മയാണെങ്കിൽ കൂടുതൽ നന്മ ലഭിക്കുകയും നിങ്ങൾക്ക് വിഷമിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾ തീർത്തു തരാനും ആ ശക്തിക്കറിയാം. ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ ആ ശക്തിയെ പരീക്ഷിക്കാൻ നിൽക്കരുത്. ഇനി ഒരു കാര്യം ഉടനെ നടന്നില്ല എന്നിരിക്കട്ടെ, നമ്മളൊരു പ്രത്യേക പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഒരിടത്ത് പ്രാർത്ഥിക്കുകയാണ്, ഉടനെ നിങ്ങൾക്ക് കിട്ടിയില്ല, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് അടുത്തിടത്തേക്ക് പോകുന്നത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. 2 വള്ളങ്ങളിൽ കാല് ചവിട്ടുന്നത് പോലെയാണത്. അത് ചെയ്യാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ അല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ നമ്മളിൽ തന്നെ ഉള്ളിൽ നിന്നും പോസിറ്റിവിറ്റി വരട്ടെ. ആ പോസിറ്റിവിറ്റി നിങ്ങളെ ഉന്നത തലങ്ങളിലെത്തിക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.